നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് അർജൻറ്റീന ദേശീയ ടീം വലിയ ഒരു കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് നേടാൻ അവർക്ക് കഴിഞ്ഞു. 2 തവണ കോപ്പ അമേരിക്ക കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ഫൈനലിസിമ ജേതാക്കൾ അർജൻറ്റീനയാണ്. മാത്രമല്ല ഒരുപാട് കാലമായി ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് അർജൻറ്റീന തന്നെയാണ്. ഇങ്ങനെ ഒരു മികച്ച ടീമിനെ പടുത്തുയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്താണ് അർജൻറ്റീന ദേശീയ ടീമിൻ്റെ വിജയമന്ത്രം? പ്രതിരോധ നിര താരമായ ലിസാൻഡ്രോ മാർട്ടിനസ് ഇതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അർജൻറ്റീന ടീം ഒരിക്കലും റിലാക്സ് ചെയ്യാറില്ലെന്നും അതിന് പരിശീലകൻ അനുവദിക്കാറില്ല എന്നുമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഹൃദയം നൽകി കളിക്കുന്ന ഒരു കൂട്ടം താരങ്ങളാണ് അർജൻറ്റീനയിൽ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഡിഫൻഡറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കലും റിലാക്സ് ചെയ്യാത്ത ടീമാണ് ഞങ്ങൾ. പരിശീലകനായ സ്കലോണി അത് തന്നെയാണ് ഞങ്ങളോട് ആവശ്യപ്പെടാറുള്ളതും. മാത്രമല്ല ഇവിടെ എത്തുന്ന ഓരോ സമയത്തും ഞങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ഓരോ ദിവസവും അതുപോലെ തന്നെ ഓരോ ട്രെയിനിങ് സെഷനും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ പരിഗണിക്കാറുള്ളത്. ഈ ടീമിന് വേണ്ടി ഹൃദയം നൽകി കളിക്കുന്ന താരങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വിജയങ്ങളും കിരീടങ്ങളും ഒക്കെ സ്വന്തമാക്കുന്നത്. ഞങ്ങൾ കോപ്പ അമേരിക്ക നേടിക്കഴിഞ്ഞു, പക്ഷേ റിലാക്സ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ചിലി ഒരു കടുത്ത എതിരാളികൾ തന്നെയാണ്. ഇതാണ് അർജൻറ്റീൻ ഡിഫൻഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വരുന്ന വെള്ളിയാഴ്ചയാണ് അർജൻറ്റീനയും ചിലിയും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടക്കുക. ലയണൽ മെസ്സി, ഡി മരിയ എന്നിവരുടെ അഭാവത്തിലാണ് അർജൻറ്റീന ഇറങ്ങുന്നത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ചിലിയെ ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അർജൻറ്റീന ടീമുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.